ഖത്തർ വേൾഡ് കപ്പിൻ്റെ കാലമാണ്. നമ്മുടെ കവലകളിലും നമ്മുടെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വലിയ സ്ക്രീനുകൾ വെച്ച് പ്രൊജക്ടറുകൾ വെച്ച് ആളുകൾ ആവേശപൂർവ്വം ഫുട്ബോൾ കായിക വിനോദം കാണുന്ന തിരക്കിലാണ്. ഈ സമയത്ത് എൻ്റെ മുസ്ലിം സഹോദരന്മാരോട് ചില ഉണർത്തലുകൾ സ്നേഹബുദ്ധ്യാ എനിക്ക് പറയാനുണ്ട്. ഒന്ന് കേട്ടു നോക്കൂ, എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ. ഒരു പള്ളിയിൽ ജുമാക്ക് മുമ്പ് ഉസ്താദിൻ്റെ മുറിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് 500 രൂപ പള്ളിയിലേക്ക് സംഭാവന നൽകി പറഞ്ഞു, ഉസ്താദെ അർജന്റീന വിജയിക്കാൻ ദുആരക്കണം. ഉസ്താദ് ആ സമയത്ത് എന്ത് പറഞ്ഞു കാണും? ഇസ്ലാമിൽ ക്രിക്കറ്റ് കളിയും ഫുട്ബോൾ കളിയും ഹറാമാണോ? എന്താണ് അതിൻ്റെ മസ്അല? നമുക്കൊന്ന് വിശദമായി കേൾക്കാം. 50 അടിയുള്ള നെയ്മറിൻ്റെ കട്ടൗട്ട് വെച്ച്, 70 അടിയുള്ള റൊണാൾഡോയുടെ കട്ടൗട്ട് വെച്ച്, 100 അടിയുള്ള മെസ്സിയുടെ കട്ടൗട്ട് വെച്ച് ആർമാദിക്കുന്ന ആഘോഷിക്കുന്ന എൻ്റെ ഫാൻസുകാരോട് ആരാധകന്മാരോട് പറയാനുള്ളത്, ഇതൊക്കെ പറയുമ്പോൾ മൊയ്ലാക്കന്മാർക്ക് വേറെ പണിയില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറുകൾ എല്ലാവിധ ബറക്കത്തുകൾ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ സലാമത്തും എല്ലാവിധ ആപത്തിൽ നിന്നുള്ള മോചനവും അല്ലാഹു നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകകപ്പുമായി ബന്ധപ്പെട്ട്, ഇന്ന് ഖത്തറിൽ നടക്കുന്ന ലോകകപ്പ്, ആ ലോകകപ്പിനോട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലോകകപ്പ് കാണുന്ന, അതിനെ ഇഷ്ടപ്പെടുന്ന എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ചില ഉണർത്തലുകളാണ്. ഇത് നിങ്ങൾ ഒരിക്കലും ഒരു ശകാരമായിട്ടോ അല്ലെങ്കിൽ ഒരു താക്കീതായിട്ടോ എടുക്കേണ്ട കാര്യമില്ല. ഒരു ഉണർത്തൽ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹോദരൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ഉണർത്തുന്നു എന്ന നിലയിൽ ഈ വീഡിയോ കണ്ടാൽ മതി. നമുക്കറിയാം, വിശുദ്ധമായ ഇസ്ലാമിൽ ഒരുപാട് വിധികളുണ്ട്. ഹറാമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ജായിസായ കാര്യങ്ങളുണ്ട്, ഫർളായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, കറാഹത്തായ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിധികൾ പരിശുദ്ധമായ ഇസ്ലാമിൽ ഉണ്ട്. പന്നി മാംസം കഴിക്കുക, മദ്യം കുടിക്കുക, വ്യഭിചരിക്കുക, മോഷണം, ഇതെല്ലാം ഹറാമാണ്, ചെയ്യാൻ പാടില്ല, നിഷിദ്ധമാണ്. ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷയുണ്ടാകും. ഇനി നമുക്ക് നോക്കാം, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇതെല്ലാം ഫർളാണ്, നിർബന്ധമാണ്. ഇത് നമ്മൾ ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷയുണ്ടാകും, ചെയ്താൽ കൂലി ഉണ്ടാകും. തിങ്കളാഴ്ച നോമ്പ് പിടിക്കുക, വ്യാഴാഴ്ച നോമ്പ് പിടിക്കുക, താടി വെക്കുക, തൊപ്പി ധരിക്കുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് പറയുക, തസ്ബീഹ് പറയുക, ഇതെല്ലാം സുന്നത്താണ്. ചെയ്താൽ വലിയ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ല. ഇനി ബാത്റൂമിൽ കയറുന്ന സമയത്ത് ചെരുപ്പില്ലാതെ കയറുക, ബാത്റൂമിൽ കയറുന്ന സമയത്ത് ഒരുപാട് സമയം അവിടെ ഇരിക്കുക, അതെല്ലാം കറാഹത്താണ്. ചെയ്താൽ ശിക്ഷയില്ല, മറിച്ച് ഉപേക്ഷിച്ചാൽ വലിയ കൂലിയുണ്ട്. ഇതാണ് കറാഹത്ത്. മറ്റൊരു വിധിയാണ് ജായിസ്, അതായത് അനുവദനീയം. ഭക്ഷണം കഴിക്കുക, അത് നമുക്ക് അനുവദനീയമാണ്, അത് നിർബന്ധവുമല്ല, അതെന്താണ്, ഹറാമുമല്ല. ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ കച്ചവടം ചെയ്യുക, വാഹനം ഓടിക്കുക, ഇതൊക്കെ നമുക്ക് ജായിസാണ്. ഈ ജായിസായ കാര്യത്തിൽ പെട്ടതാണ് കായിക വിനോദങ്ങൾ, അഥവാ ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ കുട്ടികൾ കളിക്കുന്ന കളികൾ, കായിക വിനോദങ്ങൾ, ഇതെല്ലാം എന്താണ്, ജായിസാണ്, അനുവദനീയമാണ്. മാത്രമല്ല, നമ്മൾ ഈ ജായിസായ കാര്യങ്ങൾ നിയ്യത്ത് നന്നാക്കിയാൽ അതിന് വലിയ പ്രതിഫലവും ഉണ്ട് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഈ കായിക വിനോദങ്ങളിൽ ഏതെല്ലാം കായിക വിനോദങ്ങൾ, കളികളുണ്ടോ, ക്രിക്കറ്റ് ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഷട്ടിലുണ്ട്, വോളിബോൾ ഉണ്ട്, ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, ചെസ് കളിയുണ്ട്, ഇതെല്ലാം നമ്മുടെ നിയ്യത്ത് നന്നാക്കിയാൽ നമുക്ക് എന്തുണ്ട്, പ്രതിഫലമുണ്ട്. അതായത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരമുള്ളതാണെങ്കിൽ നമുക്ക് ഈ കളികൾ കൊണ്ടെല്ലാം, ഈ കായിക വിനോദങ്ങൾ കൊണ്ടെല്ലാം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടും. പ്രതിഫലം കിട്ടും. ജായിസാണ്, ഈ കളികളെല്ലാം ജായിസാണ്, അനുവദനീയമാണ്. പക്ഷേ പ്രതിഫലം കിട്ടണമെങ്കിൽ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രതിഫലം കിട്ടണമെങ്കിൽ ശാരീരികമായോ മാനസികമായോ ബുദ്ധിപരമായോ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവണം.
ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ കളിയുമായി ബന്ധപ്പെട്ട് അത് എന്താ ഭയങ്കര ഓട്ടമായിരിക്കും. ചിലപ്പോൾ ചാടേണ്ടി വരും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയേണ്ടി വരും. അപ്പം എന്താണ്, അത് ബുദ്ധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉപകാരമുള്ള ഒരു കായിക വിനോദമാണ്. അതുകൊണ്ട് അത് ജായിസ് ആണ്. ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി ഹറാമാണെന്ന് ഒരാളും പറയില്ല. പക്ഷെ ഹറാമാകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, അത് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. തനിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ ഫുട്ബോൾ കളിയോ ക്രിക്കറ്റ് കളിയോ ഷട്ടില്, വോളിബോൾ, ഓട്ടം, ചാട്ടം, ചെസ് കളി ഇതൊന്നും ഹറാമല്ല. അതാദ്യം മനസ്സിലാക്കുക. പരിശുദ്ധമായ ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില ആളുകൾ പറയും, ഓ ഇസ്ലാമിൽ ഒന്നും പാടില്ല, എല്ലാത്തിനും നിയമമാണ്. അങ്ങനെയൊന്നുമില്ല. നിയമമുണ്ട് അതിൻ്റെതായ രൂപത്തിൽ. ഇവിടെ സമയം കളയാൻ വേണ്ടി മാത്രം, മനസ്സിനോ ശരീരത്തിനോ ബുദ്ധിക്കോ ഒരു ഗുണവുമില്ലാത്ത ഒരു കളിയാണ് ക്യാരംസ് കളി. വെറുതെ സമയം കളയാൻ, ഇങ്ങനെ നൊട്ടി കളിക്കണം, വെറുതെ സമയം കളയാനാണ്. അതുകൊണ്ട് ശരീരത്തിന് ഒരു ഗുണവുമില്ല, വെറുതെ കൈകൊണ്ട് ഇങ്ങനെ നൊട്ടൽ മാത്രം. മനസ്സിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. ബുദ്ധിക്ക് എന്തെങ്കിലും ഉണ്ടോ? വെറുതെ എങ്ങനെ അടിക്കും, അവിടെ അത് കൊണ്ട് പിന്നെ അപ്പുറത്ത് പോകും. അല്ല, വലിയ ബുദ്ധിപരമായ ഒരു കളിയൊന്നുമല്ല ഈ ക്യാരംസ് കളി. അതുകൊണ്ട് അത് വെറുതെ സമയം കളയാനാണ്. അതിങ്ങനെ കളിച്ച് അവസാനം നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു, പല നിസ്കാരവും ഖളാ ആയി പോകുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള കളികൾ നമുക്ക് പാടില്ലാത്തതാണ്, അത് നിഷിദ്ധമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് കുട്ടികൾ, മുതിർന്നവർ ഇവരെല്ലാം കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബി തങ്ങളുടെ കാലത്ത് 2 പ്രധാനപ്പെട്ട കായിക വിനോദമാണ്. ഒന്ന് അമ്പയ്യൽ, കാരണം അത് യുദ്ധത്തിന് സഹായകമാകുന്ന ഒരു കാര്യമാണ് അമ്പയ്യുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് കായിക വിനോദമായി ഞങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കുതിര സവാരി, കുതിര വേഗത്തിൽ ഓടിച്ചു പോകുന്നതാരാണ്? കുതിരയെ വേഗത്തിൽ ഓടിക്കുന്നതാരാണ്? കാരണം അത് അന്ന് യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു മൃഗമായിരുന്നു കുതിര. അപ്പൊ ഇന്ന് അതൊക്കെ മാറി. ഇന്നിപ്പോ കുതിരയോ സവാരി പല സ്ഥലത്തുമുണ്ട്, അമ്പയത്തും പല സ്ഥലത്തുമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ജായിസാണ്, അനുവദനം. കാരണം അത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശരീരത്തിനും ഗുണമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിക്കും ശരീരത്തിനും ഗുണമുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാനുള്ള സമയം നഷ്ടപ്പെടുത്താതെ, അതായത് നിസ്കാര കാര്യങ്ങൾക്ക്, ഇബാദത്ത് പരമായ കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ ബുദ്ധിക്കും ശരീരത്തിനും ഗുണമുള്ള എല്ലാ കായിക വിനോദങ്ങളും പരിശുദ്ധമായ ഇസ്ലാമിൽ നമുക്ക് അനുവദനീയമാണ്. ഇവിടെ ഇനി എൻ്റെ കൂട്ടുകാരന്മാരോട് പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാരികളോട് പറയാനുള്ളത്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇനി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പല ഉലമാക്കളും പല പണ്ഡിതന്മാരും പല ഉസ്താദുമാരും ഇത്തരത്തിലുള്ള കളികൾ പാടില്ല എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം ഈ ആരാധകരെ കൊണ്ടുള്ള ശല്യമാണ്. ഇപ്പോൾ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുകയാണ്. അതിൻ്റെ പേരിൽ നമ്മുടെ നാടെല്ലാം ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് ആരാധകന്മാർ, ഫാൻസുകാർ ഒരുപാട് കട്ടൗട്ടുകൾ വെക്കുന്നു, ഒരുപാട് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു. മത്സരമാണ് ഇത്. നമുക്ക് എന്താ പറയുക, സംഭവം അവരോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാനും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഫാൻസുകാരനാവാം, നിങ്ങളും ഒരു ഫാൻസുകാരനാവാം. പക്ഷെ നമ്മുടെ ഇഷ്ടം അത് അതിര് കടന്നു പോവുകയാണ്. പല ആളുകളും പൈസ ഇല്ലാഞ്ഞിട്ട് കടം വാങ്ങിയും പലിശക്കെടുത്തും പിരിവ് നടത്തിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചും പൈസ ഉണ്ടാക്കി വഴി തടസ്സമുള്ള തരത്തിൽ ഈ കട്ടൗട്ടുകൾ വെക്കൽ കൊണ്ട് വലിയ ശിക്ഷയാണ് അള്ളാന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അല്ലാതെ കളിക്കൊരു കുഴപ്പവുമില്ല, ആ കായിക വിനോദത്തിനൊരു കുഴപ്പവുമില്ല, അത് കളിക്കുന്നവർക്കും ഒരുപക്ഷെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷെ ഈ നമ്മുടെ ഈ ആരാധകന്മാർക്ക്, ഈ ഫാൻസുകാർക്കാണ് ഒരുപാട് ശിക്ഷകൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അടിപിടിയാണ് പരസ്പരം. നീ ബ്രസീലല്ലേ, ഞാൻ അർജന്റീനയാണ്, ഞാൻ ഇംഗ്ലണ്ടാണ്, ഞാൻ പോർച്ചുഗലിന്റെ ആളാണ്. ഇങ്ങനെ തമ്മിൽ വാക്പോര് നടത്തി തെറിവിളിയും അതുപോലെ തന്നെ പരസ്പരം പോസ്റ്ററുകൾ വലിച്ചു കീറിയും അടിപിടിയും തെറിവിളിയും കൊലപാതകത്തിൽ വരെ എത്തിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മതി. ഇതൊക്കെ തനിച്ച ഹറാമല്ലേ? ഇതൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മൊത്തത്തിൽ ഇത് ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഫാൻസുകാരെ, അതുകൊണ്ട് ചില ആളുകൾ ഞാൻ മെസ്സിയുടെ ആരാധകനാണ്.
ഇങ്ങനെ പറഞ്ഞ് അവസാനം പടച്ചോനാണ് മെസ്സി എന്ന്, അല്ലെങ്കിൽ മെസ്സിയാണ് പടച്ചോൻ എന്ന് പറയുന്ന തരത്തിലേക്ക് മാറിയാൽ നമുക്ക് ദുനിയാവിൽ ഭയങ്കര ഫാൻസുകാരും നമുക്ക് ഭയങ്കര കയ്യടിയും ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സും കിട്ടും. പക്ഷേ ആഖിറത്തിൽ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരിക്കും. ഒരു ഫാൻസും അവിടെ ഉണ്ടാവില്ല. മെസ്സിയുടെ പാട്ടിന് പോകും, റൊണാൾഡോയുടെ പാട്ടിന് പോകും. ആരും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. നെയ്മർ ഏതെങ്കിലും വഴിക്ക് പോകും. നമ്മളവിടെ നമ്മുടെ കാര്യം തന്നെ നമുക്ക് നോക്കാൻ ഭയങ്കര പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു അവസരം ഉണ്ടാകും. അള്ളാഹു കാക്കുമാറാവട്ടെ. പിന്നെയോ വലിയ കട്ടൗട്ടുകൾ വെച്ച് കാശുമാല ഇടുന്നു, പാൽ അഭിഷേകം നടത്തുന്നു, അതുപോലെ തന്നെ എന്താണ് ഭയങ്കരമായ ധൂർത്ത് നടക്കുന്നു. ധൂർത്ത് ഇത് തന്നെയാണ്. പിന്നെ ഈ ധൂർത്ത് അമിതവയം അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരുപാട് ധൂർത്ത് നടക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ജേഴ്സി 1-2 ജേഴ്സി കുഴപ്പം. ഇത് ഓരോരുത്തർക്കും 1 മുതൽ 10 വരെ ജേഴ്സിയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ജേഴ്സി ഒരാൾക്കാണ്. കാരണം താൻ ഇഷ്ടപ്പെടുന്ന താരം അതാരാണെന്ന് ഇവനിക്ക് തന്നെ വ്യക്തമല്ല. എല്ലാവരെയും ഇഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും ധരിക്കുന്ന ജേഴ്സി അവരവരുടെ പേരുകൾ വെച്ചുകൊണ്ട്. ഇത് ധൂർത്താണ്, അമിതവയമാണ്. പിന്നെയോ നാട് മുഴുവനും വലിയ കൊടികൾ, തോരണങ്ങൾ. ഇതുകൊണ്ട് ദുന്യാവിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ആഖിറത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ദുന്യാവിലും ഗുണമില്ല, ആഖിറത്തിലും ഗുണമില്ലാതെ ഒരുപാട് ചെറുപ്പക്കാര് ഇന്ന് സമൂഹത്തിൻ്റെ ഇടയിൽ സ്വന്തം വില കളയുകയാണ്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കട്ടൗട്ട് വെക്കുന്നതിൻ്റെ വലിയ മത്സരത്തിലാണ്. ചില ആളുകൾ നെയ്മറിൻ്റെ 50 അടിയുള്ള കട്ടൗട്ട് വെക്കുന്നു. അപ്പോൾ മറ്റു കുറച്ച് ആളുകൾ വന്ന് റൊണാൾഡോയുടെ 70 അടിയുള്ള കട്ടൗട്ട് വെക്കുന്നു. മറ്റൊരു ടീം വന്ന് മെസ്സിയുടെ 100 അടിയുള്ള കട്ടൗട്ട് വെക്കുന്നു. ഇങ്ങനെ കട്ടൗട്ട് വെച്ചത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടിയെന്ന് സ്വന്തം ചിന്തിച്ചു നോക്ക്. എൻ്റെ കുറച്ച് പൈസ പിരിവിന് വേണ്ടി പോയതല്ലാതെ എന്തു ഗുണം കിട്ടി? ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആര് എന്ത് എനിക്ക് കമൻറ്റ് എഴുതിരെ ഇട്ടാലും എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ദീനിൻ്റെ കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാവണം. അർജന്റീന ജയിച്ചു, അല്ലെങ്കിൽ ബ്രസീൽ ജയിച്ചു, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിച്ചു, മറ്റ് രാജ്യക്കാർ ജയിച്ചത് കൊണ്ട് എനിക്കെന്ത് നേട്ടം? എനിക്ക് എന്തെങ്കിലും കാശ് കിട്ടുമോ? അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിന് എന്തെങ്കിലും കിട്ടുമോ? നമുക്കൊരു സ്നേഹമുണ്ട്, അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അല്ലാതെ ആ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുകയാണ്. കാശ് ഇങ്ങനെ കടം വാങ്ങിയും പലിശക്ക് വാങ്ങിയും കട്ടെടുത്തും മോഷ്ടിച്ചുമൊക്കെ ഇങ്ങനെ പൈസ ചെലവാക്കി ധൂർത്തും ദുർവ്യയവും അതുപോലെ അമിതവയവും അതുപോലെ തന്നെ തെറിവിളിയും കൂക്കുവിളിയും ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന ഈ ഒരു അവസ്ഥ എൻ്റെ മുസ്ലിം സമൂഹമേ നമുക്ക് വലിയ നാശനഷ്ടമുണ്ടാകും, വലിയ അദാബ് അല്ലാഹു തആല നൽകും. അതുകൊണ്ട് എൻ്റെ ഫാൻസുകാരോട് പറയാനുള്ളത്, ഈ ആരാധകന്മാരോട് പറയാനുള്ളത്, പടച്ചോനേക്കാൾ വലുതല്ല ഒരു കളിക്കാരനും. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ചില ആളുകളുടെ സംസാരം കേട്ടാൽ, അവരുടെ ചില കമൻറ്റുകൾ കണ്ടാൽ, ഈ അർജന്റീനയിലും ബ്രസീലുള്ള ആളുകളെ കൊണ്ടുവന്നാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് വിചാരിച്ചു പോകും. അത്രമാത്രം ആരാധന മൂട്ടിട്ട് ഇന്ന് പല സ്ഥലത്തും ഈ കട്ടൗട്ട് വെച്ചിട്ട് അത് മറിഞ്ഞു വീഴുന്നു. ജനങ്ങൾക്ക് പേടി, പരാതികൾ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ മറ്റൊരു അബദ്ധമാണ്, അനുകരണം നടക്കുന്നു. അവരെ പോലെ ഹെയർ സ്റ്റൈൽ, അവരുടെ സംസ്കാരം, അവർ കുടിക്കുന്ന ഡ്രിങ്ക്സ്, ഒരു നോട്ടവുമില്ല. ഈ ആരാധകന്മാരെ അവർ അറിയുക പോലുമില്ല. ഇപ്പോൾ നമ്മളെ ആരെങ്കിലും മെസ്സി അറിയോ? അല്ലെങ്കിൽ നെയ്മർ അറിയോ? അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരെ നമ്മളെ ആരെങ്കിലും അറിയോ? നമ്മളിവിടെ കിടന്നു ഓടുന്നു, ചാടുന്നു, കട്ടൗട്ട് വെക്കുന്നു, ഇത് അവർ കാണുന്നുണ്ടോ? ഇനി കണ്ടാൽ തന്നെ അവർക്ക് എന്ത് കിട്ടി? ഇവർക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഇത് വെറുതെ സമയവും അതുപോലെ നമ്മുടെ ധനവും നഷ്ടപ്പെടുത്തുന്ന ഒരു ദുർവ്യയമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നു ഫാൻസുകാരെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആരാധകന്മാർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാനിത് ദീനിൻ്റെ നിയമമാണ് പറഞ്ഞത്. എന്ത് ഇത്തരത്തിലുള്ള നമുക്കൊരു ഇഷ്ടമുണ്ടാകും, നമുക്കൊരു ഇഷ്ടവും സ്നേഹവും ഒരു ടീമിനോ. ഇപ്പം നമ്മുടെ ഇന്ത്യ രാജ്യം 140 കോടി ജനങ്ങളുണ്ട്. 140 കോടിയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യം, നമുക്കൊരു വേൾഡ് കപ്പ് കളിക്കാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? നമ്മേക്കാൾ കുറഞ്ഞ ജനസംഖ്യയുള്ള എത്രയോ രാജ്യങ്ങളാണ് ആവേശപൂർവ്വം കളിക്കുന്നത്. അപ്പോൾ 140 കോടി ജനങ്ങളുണ്ടല്ലോ, നമുക്കൊരു സ്വന്തമായി വേൾഡ് കപ്പ് കളിക്കാൻ പറ്റിയ തരത്തിലൊരു ടീം വേണം. നമ്മുടെ രാജ്യത്തോട് നമുക്ക് സ്നേഹം വേണം, രാജ്യസ്നേഹം വേണം. അപ്പോൾ അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, അല്ലെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാതെ, ഇത് മറ്റ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കളിക്കുന്ന സമയത്ത് അവരുടെ പ്ലെയേഴ്സിന് വേണ്ടി നമ്മളിവിടെ ജയ് വിളിച്ചിട്ട് നമുക്കെന്ത് നേട്ടമാണുള്ളത്? നമ്മുടെ രാജ്യത്തിന് നേട്ടമില്ല, നമ്മുടെ രാജ്യത്തിന് നേട്ടമില്ല, നമുക്ക് സ്വന്തമായി നേട്ടമില്ല, ദുന്യാവിൽ നേട്ടമില്ല, ആഖിറത്തിൽ നേട്ടമില്ല. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഫാൻസുകാർ തമ്മിൽ ഭയങ്കര തർക്കവും ശകാരവും ഉണ്ടാകുന്നു. ഇപ്പോൾ മെസ്സി നല്ലപോലെ കളിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ മൂപ്പർക്ക് അതിന് സാധിച്ചില്ല എങ്കിൽ പിന്നെ മെസ്സിയെ തെറി വിളിക്കുകയാണ്.
പുള്ളി അറിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മൾ വെറുതെ പാപങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. കൂക്കുവിളി, തെറിവിളി, പിന്നെ ബെറ്റ് വെക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പൈസക്ക് ബെറ്റ് വെക്കുന്നു. മെസ്സി 3 ഗോൾ അടിച്ചാൽ നീ എനിക്ക് 10,000 രൂപ നൽകണം. അതൊന്നും ദീനിലില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന് അർജന്റീന തോറ്റു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്രസീൽ തോറ്റാൽ ഞാൻ തല പകുതി മുണ്ടനം ചെയ്യും, അല്ലെങ്കിൽ ഒരു പിരികൻ ഞാൻ വടിക്കും, അല്ലെങ്കിൽ പകുതി മീശ ഞാൻ വടിച്ചു കളയും. ഇങ്ങനെ വളരെ കോമാളിത്തരമായി ഒരു കോമാളിയായി മാറുന്ന എത്രയോ ചെറുപ്പക്കാരാണ് ഈ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉള്ളത്. എന്തിനാ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ സമയവും നിങ്ങളുടെ അഭിമാനവും ഇങ്ങനെ കൊണ്ടുപോയി പഴിചാരരുത്, കളയരുത്. നമുക്കൊരു അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വളച്ചൊടിക്കരുത്. ഞാൻ ഒരു ഫുട്ബോൾ കളിക്ക് എതിരായി നിൽക്കുന്നവനോ അല്ല, ഫാൻസുകാർക്കെതിരൊന്നുമല്ല. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഒരു ടീമിനോട് ഇഷ്ടമുണ്ടാകും, ഓരോരുത്തർക്കും സ്വാഭാവികമാണ്, അതുണ്ടാവണം, അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അല്ലാതെ അതിനു വേണ്ടി അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി ഇനിയിപ്പോ ലോകകപ്പ് കഴിയുമ്പോൾ കാണാം എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. കപ്പ് അർജന്റീന കൊണ്ടുപോയില്ല, മെസ്സി കപ്പ് കൊണ്ടുപോയില്ല ഉസ്താദെ. എത്രയോ ആളുകൾ ദുആവസിയത്ത് പള്ളിയിൽ, ഉസ്താദെ ഇംഗ്ലണ്ടിന് കപ്പ് കിട്ടാൻ വേണ്ടി പ്രത്യേകം ദുആ ഇരക്കണം. ഇവർക്കൊക്കെ എന്തിൻ്റെ അസുഖമാണ് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കണേ. ദുന്യാവിൽ ഗുണമില്ല, ആഖിറത്തിൽ ഗുണമില്ല. കാരണം എൻ്റെ ടീം ജയിച്ചില്ല, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ നാണമാണ്, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. എത്ര സംഭവങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്, ഇനി നടക്കാനിരിക്കുന്നു. ഇത് നടക്കാനിരിക്കുന്നു, നോക്കിക്കോ. ലോകകപ്പ് കഴിയുമ്പോൾ എത്രയോ സംഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഇത് കളിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യമെങ്കിലും ഒന്ന് നന്നാവും, ഒന്ന് ഓടി ഒന്ന് ചാടിയുമ്പോൾ. അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടി അവർ കളിക്കുന്നു, രാജ്യത്തിന് അഭിമാനമുണ്ട്. നമ്മുടെ ഇന്ത്യക്ക് പോലും നമുക്ക് വേൾഡ് കപ്പിൽ വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ കോമാളിയായി മാറാൻ നമ്മൾ നിൽക്കരുത്. പിന്നെ ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് രക്ഷകർത്താക്കൾ വളരെയധികം നമ്മുടെ മക്കളെ കടിഞ്ഞാണിടേണ്ട ഒരു സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ധനനഷ്ടം, സമയനഷ്ടം, പിന്നെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ഒരു വീട്ടിൽ അനിയനുണ്ട്, അവൻ അർജന്റീന ഫാൻസ്, ചേട്ടൻ അവൻ പോർച്ചുഗൽ ഫാൻസ്, മറ്റവൻ ബ്രസീലിന്റെ ഫാൻസ്. കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നു. പരസ്പരം ഈ ലോകകപ്പ് കഴിയുമ്പോൾ പിന്നെ ജ്യേഷ്ഠൻ അനുജൻ തമ്മിൽ മിണ്ടുന്നില്ല, അളിയന്മാർ തമ്മിൽ മിണ്ടുന്നില്ല. എത്രയോ പ്രശ്നങ്ങൾ എത്രയോ കുടുംബങ്ങളിൽ നടക്കുന്നു. എവിടെയോ ഉള്ള രാജ്യക്കാർ ഏതോ രാജ്യത്ത് വന്ന് കളിച്ച് അവർക്ക് ലാഭമാണ്. അവർക്ക് കളി തോറ്റാലും ജയിച്ചാലും അവർക്ക് കിട്ടാനുള്ള പൈസ കിട്ടും. അവരുടെ ശരീരത്തിൽ നിന്ന് ഓടിയതിന്റെ ആരോഗ്യമുണ്ട്. നമ്മൾ ഇവിടെ കിടന്ന് തമ്മി തല്ലിയിട്ട് നമുക്ക് എന്തു ഗുണം? ഒരു ഗുണവുമില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒരിക്കൽ നബിതങ്ങളുടെ പുറകിൽ ഞാനിങ്ങനെ മറഞ്ഞിരുന്നിട്ട് കുറച്ച് കുട്ടികൾ കളിക്കുന്ന ഒരു കായിക വിനോദം ഞാനിങ്ങനെ ആസ്വദിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ നബിതങ്ങൾ എന്നോട് ചോദിക്കും, ആയിഷ ഞാൻ എഴുന്നേറ്റോട്ടെ, മതിയോ? ഇല്ല നബിയെ, കുറച്ചുകൂടി ഇരിക്കേ. അങ്ങനെ വീണ്ടും ഞാൻ അവരുടെ ആ കായിക വിനോദങ്ങൾ, അവർ ഓടുന്നതും ചാടുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ കളി കാണലും അതുപോലെ തന്നെ അത് ആസ്വദിക്കലും ഒക്കെ നമുക്ക് ജായിസാണ്. പക്ഷെ അതിൻ്റെതായ ഒരു മര്യാദ ഉണ്ട്. നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ ഈ ഔറത്ത് മറക്കാതെയുള്ള, അത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണ്. ഇതൊക്കെ പറയുമ്പോൾ മൊയ്ലാക്കന്മാർക്ക് വരെ പണിയില്ല എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, ഇത് പറയുന്നത് ദീനീപരമായ കാര്യമാണ്. മുട്ടുപൊക്കലിന്റെ ഇടയിൽ നമ്മുടെ തുട എന്ന് പറഞ്ഞാൽ അത് ഔറത്താണ്. അത് നമ്മൾ വെളിവാക്കാൻ പാടില്ല, അത് മറ്റുള്ളവരെ കാണിക്കാനും പാടില്ലാത്തതാണ്. ഇന്ന് നമ്മുടെ ഫുട്ബോൾ കളിക്കാരുടെയൊക്കെ അതൊന്ന് നോക്കിയാൽ മതി. അത് നോക്കിയാൽ കൂടുതൽ അങ്ങോട്ടൊന്നും വിശദീകരിക്കുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യയുമായിട്ട് ആയിഷ ബീവിയുമായിട്ട് കായിക മത്സരം, ഓട്ട മത്സരം നടത്തുമായിരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് അനുവദനീയമാണ്, ഇതൊക്കെ നമുക്ക് ജായിസാണ്. പക്ഷെ ഇന്ന് നടക്കുന്ന പല കായിക വിനോദങ്ങളും നമ്മുടെ ധനം, നമ്മുടെ സമയം, നമ്മുടെ നിസ്കാരം ഇതെല്ലാം വെറുതെ നഷ്ടപ്പെടുത്തുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം പരമാവധി വിട്ടു നിൽക്കുക. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മസാല ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഫുട്ബോൾ കളിക്കാരുണ്ട്, ക്രിക്കറ്റ് കളിക്കാരുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇപ്പോൾ 2 ടീം തമ്മിൽ കളിക്കുകയാണ്, 2 ജില്ലകൾ തമ്മിൽ കളിക്കുമ്പോൾ അവിടെ എന്താ, ഒരു ജില്ല തോറ്റാൽ ആ തോറ്റ ജില്ല ജയിച്ച ആളുകൾക്ക് പൈസ കൊടുക്കണം. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അതായത് 2 ടീം തമ്മിൽ കളിക്കുമ്പോൾ തോറ്റ ടീം ജയിച്ച ടീമിന് പൈസ കൊടുക്കണം, അങ്ങനെയല്ല. മൂന്നാമത് ഒരാൾ അവിടെ ഉണ്ടാവണം. എന്നിട്ട് ജയിക്കുന്ന ആൾക്ക്
ഇന്നാലിന്ന പൈസ അല്ലെങ്കിൽ ട്രോഫി ഉണ്ട് അല്ലെങ്കിൽ പൈസ ഉണ്ട് അങ്ങനെ പറയാം. അല്ലാതെ തോറ്റ ആളുകളുടെ കയ്യിൽ നിന്നും വസൂലാക്കിയിട്ട് ജയിച്ചവർക്ക് പൈസ കൊടുക്കാൻ പാടില്ല, സമ്മാനം കൊടുക്കാൻ പാടില്ല. അതൊരു മസലയാണ്. ഈ മറ്റേ കായിക വിനോദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മസലയായതുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ ചെറുപ്പക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കളിക്കുന്ന സമയത്ത് അത് ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, അതുപോലെ എന്ത് കായിക വിനോദമാണെങ്കിലും തോറ്റ ആളുകളുടെ നിന്നും പൈസ കൊണ്ടുപോകണം. നീ തോറ്റല്ലേ, എടുക്ക്, പൈസ എടുക്ക്, അങ്ങനെ പിരിച്ചിട്ട് ജയിച്ച ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. മൂന്നാമത് ഒരു ആളുണ്ടാവണം. മൂന്നാമത്തെ ഒരു ആളുണ്ടായിട്ട് മൂന്നാമനുണ്ടായിട്ട് അയാളായിരിക്കണം എന്ത് ഈ ജയിച്ച ആൾക്ക് പൈസ കൊടുക്കേണ്ടത്. തോറ്റ ആളുകളിൽ നിന്നും പൈസ പിരിക്കാൻ പാടില്ല. ഇവിടെ ഖലീഫ മൻസൂർ എന്ന് പറയുന്ന വലിയൊരു ഭരണാധികാരിയുണ്ട്. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വലിയ സുന്ദരമായ ഒരു കാലഘട്ടമായിരുന്നു ഈ ഖലീഫ മൻസൂറിൻ്റെ കാലഘട്ടം. അദ്ദേഹം ഇങ്ങനെ കൊട്ടാരത്തിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഖലീഫ മൻസൂർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്താ അറിയാവുന്നത്? ഇയാൾ 20 പാത്രങ്ങളെടുത്ത് അന്തരീക്ഷത്തിലിട്ട് ഇങ്ങനെ കറക്കുകയാണ്. ഓരോ പാത്രം ഇട്ടു, മറ്റേ പാത്രം ഇങ്ങനെ. ഇപ്പോൾ നമ്മുടെ സർക്കസിനൊക്കെ പോയാൽ നമുക്ക് കാണാം ഇങ്ങനെ ബോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആളുകൾ കാണിക്കുന്നത്. എന്നതുപോലെ പാത്രങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് അമ്മാനമാടുകയാണ്. എല്ലാവരും കൈയടിച്ചു, എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്താ അത്ഭുതം. മറ്റൊരു കാര്യം കൂടി കാണിക്കാം. അയാൾ ഒരു സൂചി എടുത്ത് നിലത്തിട്ടു. എന്നിട്ട് മറ്റൊരു സൂചി എടുത്ത് ആ നിലത്ത് വീണ് കിടക്കുന്ന സൂചിയുടെ ഹോള്, അതിൻ്റെ ഊട്ടയിൽ, അതിൻ്റെ തുളയിലൂടെ ഈ സൂചി കടത്തിയെന്നാണ്. രണ്ടാമത് വീണ സൂചിയുടെ ഹോളിലൂടെ മൂന്നാമതൊരു സൂചി എറിഞ്ഞു എന്നാണ്. ഇങ്ങനെ പല സൂചികൾ ഇങ്ങനെ എറിഞ്ഞു. ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി, ഖലീഫ മൻസൂറിനും ഭയങ്കര സന്തോഷമായി. കാരണം സാധാരണ ജനങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളാണല്ലോ. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോൾ മന്ത്രിയെ വിളിച്ചിട്ട് ഖലീഫ മൻസൂർ പറഞ്ഞു, ഇയാൾക്കൊരു 1000 വെള്ളി നാണയം കൊടുക്കും സമ്മാനമായിട്ട്. അതിനോടൊപ്പം ഒരു 100 ചാട്ടവാർ അടി കൊടുക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാണ് എനിക്ക് ചാട്ടവാറടി? അപ്പോൾ പറഞ്ഞു, നിന്റെ കൂടെ നീ കാണിച്ച ഈ മത്സരങ്ങളും നിന്റെ ഈ സർക്കസൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ആത്മീയമായൊരു ഗുണമുണ്ടായില്ല, ഭൗതികമായൊരു ഗുണമുണ്ടായില്ല. അതിനു വേണ്ടി, കാരണം ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തിയതിന് വേണ്ടി ഒരു 100 അടിയുണ്ട്. പിന്നെയോ നീ കാണിച്ചില്ലേ, നിന്റെ സ്കില്ല് നല്ലതാണ്, നിന്റെ കഴിവ് നല്ലതാണ്, അതിന് ഞാനൊരു സമ്മാനം 1000 വെള്ളി നാണയം. അപ്പോൾ ഇങ്ങനെയാവും നമ്മുടെ അവസ്ഥ. കാരണം നമുക്കൊരു ദുന്യവിയായ ഒരു നേട്ടവും ഇല്ലാതെ നമ്മൾ ആഖിറത്തെ നഷ്ടപ്പെടുത്തുന്ന, നിസ്കാരം കളാക്കുന്ന, നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ധനം നഷ്ടപ്പെടുത്തുന്ന ഈ പ്രവൃത്തിക്ക് നമ്മൾ നിൽക്കരുതേ. ഇത്തവണത്തെ ഖത്തറിൻ്റെ ലോകകപ്പ് കഴിയുമ്പോൾ നമുക്കാകെയുള്ള ഗുണം, ഈ ഫാൻസുകാർക്ക് ആകെയുള്ള ഗുണം എന്താണെന്നറിയോ? കുറച്ച് പൈസ പോയി കിട്ടി, കുറച്ച് നാണക്കേട്. തോറ്റാ പിന്നെ നാണക്കേടാണല്ലോ ഫാൻസുകാർക്ക്. കുറച്ച് നാണക്കേടും കിട്ടും. പിന്നെയോ കുറച്ച് നിസ്കാരം കളാ ആക്കുകയും ചെയ്യാം. ഞാൻ ചോദിക്കട്ടെ, ഈ കളിയുടെ ഇടയിൽ വന്ന് നിസ്കരിക്കുന്ന അത്രക്കും ഈമാനുള്ള ചെറുപ്പക്കാരുണ്ടാകുമോ? ചിലപ്പോൾ ആളുകളുണ്ടാവും, ചിലപ്പോൾ കളിയൊക്കെ അവിടെ നടന്നോട്ടെ, ഞാൻ നിസ്കാരം, അങ്ങനെയുള്ള ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാവാം. അപ്പോൾ നിസ്കാരമൊക്കെ കളാ ആക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്തുകൊണ്ടും നിഷിദ്ധമാണ്. ഇതില്ലാതെ നമുക്ക് ചെയ്യാമല്ലോ. ഈ നിസ്കാരം കളാ ആക്കാതെ, നഷ്ടമില്ലാതെ, സമയം നഷ്ടമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ശരീരത്തിന് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ ബുദ്ധിക്ക് ഗുണമുണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ആത്മീയമായോ ഭൗതികമായോ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എങ്കിൽ നമുക്ക് ഈ കളികളൊക്കെ കാണുവാനും ആസ്വദിക്കുവാനും നമുക്ക് ഫാൻസുകാരനാവാനും ഒന്നും കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, എല്ലാവിധ ഈ ആധുനികപരമായ ചവറ് ചണ്ടികളാകുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ, ഉപകാരപ്പെടുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ കാണുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് എൻ്റെ ചെറുപ്പക്കാരുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവട്ടെ. നല്ല രൂപത്തിൽ ഇനിയുള്ള കാലം നമുക്ക് മുന്നോട്ട് ജീവിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറയുന്നുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു സ്വാലിഹീങ്ങളാക്കുമാറാവട്ടെ. അവർക്ക് നല്ല ബുദ്ധിയും ബോധവും പഠിക്കാനുള്ള ഓർമ്മശക്തിയും അള്ളാഹു കൊടുക്കുമാറാവട്ടെ. നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നല്ല ഉപകാരമുള്ള നല്ല മക്കളാക്കി അള്ളാഹു നമ്മുടെ മക്കളെ മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭൂരിഭാഗം ഉമ്മമാരും ഉപ്പമാരും അടുക്കളയുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ഒരുപാട് ദാരിദ്ര്യവും രോഗങ്ങളും നമ്മെ വേട്ടയാടും. പല കുടുംബങ്ങളിലും സ്വസ്ഥതയില്ല. അതിൻ്റെ കാരണം ഈ അടുക്കളയിലുള്ള ശ്രദ്ധക്കുറവാണ്.
അതേതൊക്കെ കാര്യങ്ങളാണെന്ന് വിശദമായി നമ്മൾ മുമ്പൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അത് കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അടുക്കളയിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരു കൂട്ടം കാര്യങ്ങൾ നമ്മളതിൽ വിശദമായി പറയുന്നുണ്ട്. അത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.